അപ്പോൾ ഇതൊരു പഴയ മനയാണ്. ഇവിടെ അനന്തഭദ്രത്തിൻ്റെ ഒക്കെ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്ന് 33 കിലോമീറ്റർ ദൂരെയുള്ള അത് നാഗഞ്ചേരി മനയിലേക്കാണ്. നാഗഞ്ചേരി മനയിലെ കുളമാണ്. രാവിലെ തന്നെ നിജിലേട്ടൻ്റെ കോള് വന്നത് ഇവിടെ എറണാകുളത്ത് തന്നെ അടുത്തുള്ള പഴയ മനകൾ, കാവുകൾ, അത്തരത്തിലൊരു ആംബിയൻസ് ഉള്ള സ്പോട്ടുകൾ പിടിക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഒട്ടും സമയം കളയാണ്ട് നേരെ പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം തന്നെ പോകുന്നത് ഈ പിറവത്തുള്ള പാഴൂർ പടിപ്പുര മന എന്നുള്ളൊരു പഴയ മനയിലേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ നെട്ടൂരത്ത് എൻ്റെ വീട്ടിൽ നിന്ന് 26 കിലോമീറ്റർ മാറിയാണ്, പിറവത്താണ് സ്ഥലം. അപ്പോൾ ഇതൊരു പഴയ മനയാണ്. ഇവിടെ ജ്യോത്സ്യവും പിന്നെ പഴയ വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങളൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു ആംബിയൻസാണ്. എന്നെ പേഴ്സണലി അങ്ങോട്ട് ആകർഷിക്കുന്നത് അവിടുത്തെ ആ ഒരു പഴയ കെട്ടിടത്തിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ ആ ഒരു സൗന്ദര്യവും ആ ഒരു ആംബിയൻസൊക്കെ തന്നെയാണ്. പിന്നെ മൊത്തത്തിലൊരു സിനിമാറ്റിക് ആയിട്ടുള്ള ഈ അനന്തഭദ്രത്തിൻ്റെ ഒക്കെ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് പാഴൂർ മന. സാധാരണ ഇവിടെ ഭയങ്കര ഫേമസ് ആയ, അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു തിരക്കുള്ള ഏരിയയാണ്. പക്ഷെ എന്നിട്ടും ഇപ്പം ഞായറാഴ്ചയും കൂടാതെ മഴയും കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഞങ്ങളെന്നപ്പോൾ ആരും ഉണ്ടായില്ല. അതായത് ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു പ്രത്യേക ആംബിയൻസും അങ്ങനത്തെ ഒരു വൈബുമായിരുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് വെറുതെ സുഖമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനും സ്വസ്ഥമായിട്ട് നടക്കാനൊക്കെ പറ്റി. കവടി നിരത്തുന്ന ഒരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. മാതൃകയിലുള്ളൊരു ജനലൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ആ മനയുടെ മുമ്പിൽ നിന്നുള്ള ഒരു ഫ്രണ്ട് വ്യൂ. മുകളിൽ ഒരു നാഗത്തറയുണ്ട്, നാഗങ്ങളെയാണ് ആരാധിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പ് വഴിയാണ് പോകേണ്ടത് അങ്ങോട്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇവിടെ നിന്ന് 33 കിലോമീറ്റർ ദൂരെയുള്ള, അതായത് ആലുവ പെരുമ്പാവൂരിനൊക്കെ അടുത്തുള്ള നാഗഞ്ചേരി മനയിലേക്കാണ്. അപ്പോൾ ഇത് പെരുമ്പാവൂരിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറി കുറച്ച് ഉള്ളിലായിട്ടാണ്. ഡോറോക്കെ അപ്പോൾ ഈ നാഗഞ്ചേരി മനയോട് ചേർന്ന് തന്നെയാണ് ഈ ഇരിങ്ങോൽക്കാവ് ഭഗവതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അതൊരു കാവായിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളും കൂടിയാണ് നമ്മൾ അടുത്തായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് കാണാം. നമ്മൾ ഈ മനയിലേക്ക് വരുന്ന ദിവസം ഇവിടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയായിരുന്നു. അതാണ് ഈ ലൈറ്റും ബഹളമൊക്കെ. ഇതാണ് മനയുടെ പുറകുവശം. ഇവിടെ സൈഡിലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടെ ഈ മഴ ഈ ഒരു ക്ലൈമറ്റിൽ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു ആംബിയൻസാണ് ഇവിടെയൊക്കെ. ആരുമില്ല, തിരക്കൊന്നുമില്ല, വളരെ ശാന്തമായിട്ടുള്ളൊരു ആംബിയൻസ്. എന്താ ഇഷ്ടികയുടെ സംഭവം എന്താ? ഇവിടെ ഒരു കുളമുണ്ട്. നാഗഞ്ചേരി മനയിലെ കുളമാണ്. വെള്ളമൊക്കെ ഒരു വേറൊരു കളറിലാണ് കിടക്കുന്നത്. അല്ലേ, വെള്ളമൊക്കെ വേറെ കളറല്ലേ? ഞാൻ അവിടെ ആലിൻ്റെ ഇതൊക്കെ വേറെ. ഇവിടെ വേറൊരു മന്ത്രവാദ സെറ്റപ്പ് പോലെ. നാഗഞ്ചേരി മനയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഇതൊരു കാവോട് കൂടിയൊരു അമ്പലമാണ്. അപ്പം നമ്മുടെ വലതുവശത്ത് കാണാൻ പറ്റും, നമുക്ക് ആ റൈറ്റ് സൈഡിൽ കാവാണ് മൊത്തം, ആ കാട് പോലെ കാണുന്നത്. ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം. എനിക്ക് മൊത്തം നല്ല മഴ പെയ്യണോ. ഇവിടെ നിന്ന് ഇരിങ്ങോൾക്കാവ് ക്ഷേത്രം നമുക്ക് കാണാം. ഇതിൻ്റെ ഭയങ്കര നല്ലൊരു ക്ലൈമറ്റാണ്. മഴയൊക്കെ ആയതുകൊണ്ട്, നല്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ആംബിയൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ.
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ അല്ല കാവും എന്ത് രസമാണ്. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്കും അടുത്ത മഴക്ക് മുമ്പ് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഇവിടെ ചെറിയൊരു കുളമുണ്ട്. മൊത്തം ഒരു അനന്തഭദ്രം സിനിമയിലൊരു ആംബിയൻസ് ഒക്കെയാണ്.